ജീവിതത്തിൽ വിജയം നേടിയ ആളുകളെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ജീവിതം ഒരു വിജയഗാഥ മാത്രമല്ല, ഒരു സന്തോഷഗാഥയുമാണ്. ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും മനസ്സു തളരാതെ വെല്ലുവിളികൾ ധൈര്യപൂർവ്വം നേരിടാനും എല്ലാ പ്രതിസന്ധികളും ദുഃഖങ്ങളും അതിജീവിച്ച് നീണ്ടു നിൽക്കുന്ന സന്തോഷവും തൃപ്തിയും അനുഭവിക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നു? അവരുടെ സന്തോഷ രഹസ്യം അദൃശ്യമായ ഒരു കഴിവല്ല, മറിച്ച് ആവർത്തിച്ചുള്ള പ്രവൃത്തികളിലൂടെ നമുക്കാർക്കും വളർത്തിയെടുക്കാവുന്ന ചിന്താഗതികളുടെയും പെരുമാറ്റങ്ങളുടെയും ഒരു കൂട്ടമാണ്. ലോകമെമ്പാടുമുള്ള വിജയികൾ അവരുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന 10 സന്തോഷ രഹസ്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. 1. സന്തോഷം വിജയികളുടെ ഒരു തീരുമാനമാണ്, ഫലമല്ല. വിജയികൾ സന്തോഷത്തെ അവരുടെ നേട്ടങ്ങളുടെ ഒരു ഫലമായല്ല, അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി തന്നെ കാണുന്നു. ഈ കാര്യം ഇപ്രകാരം സംഭവിച്ചാൽ ഞാൻ സന്തോഷിക്കും എന്നവർ പറയുകയില്ല. ഞാൻ ഇപ്പോഴേ സന്തോഷത്തോടെ തീരുമാനിക്കുന്നു, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്നാണ് വിജയികൾ ചിന്തിക്കുക. ഇത് വിജയികളുടെ ഒരു മനോഭാവമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ പോലും അവർ സന്തോഷം എന്നത് ആന്തരിക അവസ്ഥയായി കാണുന്നു. അവരുടെ മാനസികമായ സന്തോഷം നിയന്ത്രിക്കുന്നത് ബാഹ്യമായ സാഹചര്യങ്ങളല്ല, സന്തോഷം പുറത്തല്ല, അവരുടെ ഉള്ളിലാണ്. 2. എന്തിന് എന്ന ശക്തമായ ചോദ്യം. ഒരു മനുഷ്യന് ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാമെങ്കിൽ അവന് ഏത് സാഹചര്യത്തിലും നിലനിൽക്കാൻ കഴിയും. വിജയികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഒരു ഫോക്കസും ലക്ഷ്യവുമുണ്ട്. അവർ പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടി മാത്രമല്ല, ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കൃത്യമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ പണവും പ്രശസ്തിയും അവർക്ക് പിന്നാലെ വരുന്നു, അതോടൊപ്പം സംതൃപ്തിയും സന്തോഷവും. വിജയികളുടെ ഈ ലക്ഷ്യബോധമാണ് അവരെ കഠിനമായി പ്രവർത്തിക്കാനും പരാജയങ്ങളിൽ നിന്ന് വേഗത്തിൽ മടങ്ങി വരാനും അവരെ സഹായിക്കുന്നത്. 3. വളർച്ചാ മനോഭാവം. ഇനിയും മെച്ചപ്പെടണം, അതിനായി പഠിക്കാനും പ്രവർത്തിക്കാനും തയ്യാർ എന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റ് വിജയികളുടെ മുഖ്യ ലക്ഷണമാണ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ തങ്ങളുടെ കഴിവുകൾ സ്ഥിരമാണ് എന്ന് വിശ്വസിക്കുന്നു. അവരത് മെച്ചപ്പെടുത്താൻ ഒരിക്കലും ശ്രമിക്കാറില്ല. വളർച്ചാ മനോഭാവമുള്ളവർ തങ്ങളുടെ കഴിവുകൾ പ്രയത്നത്തിലൂടെ ഇനിയും വികസിപ്പിക്കാം എന്ന് തിരിച്ചറിയുന്നു. പരാജയങ്ങൾ അവർക്കൊരു തിരിച്ചടിയല്ല, മറിച്ച് പഠിക്കാനുള്ള ഒരു അവസരമാണ്. വെല്ലുവിളികൾ അവർക്ക് വളരാനുള്ള അവസരമാണ്. മറ്റുള്ളവരുടെ വിജയങ്ങൾ അവർക്ക് പഠിക്കാനുള്ള ഒരു സ്രോതസ്സാണ്. 4. കൃതജ്ഞത എന്ന ദിനചര്യ. ലോകമെമ്പാടുമുള്ള വിജയികളെല്ലാം അവരുടെ ദിനചര്യയിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ശീലം ഉൾപ്പെടുത്തുന്നു. അവർ ദിവസം ആരംഭിക്കുന്നത് മുതൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ സൂക്ഷിക്കുകയോ എഴുതാതെ തന്നെ അവർക്ക് നന്ദിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയോ ചെയ്യുന്നു. നഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്കല്ല, നേടിയ കാര്യങ്ങളെക്കുറിച്ച് സന്തോഷപൂർവ്വം ചിന്തിക്കാൻ ഈ ശീലം നമ്മളെ പ്രാപ്തമാക്കുന്നു. ഇത് നമ്മുടെ നഷ്ടബോധം കുറയ്ക്കുകയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. 5. വിജയികൾ തങ്ങളുടെ സമയം നിയന്ത്രിക്കുന്നു. വിജയികൾക്ക് സമയം എന്നത് പണത്തേക്കാൾ വിലപ്പെട്ടതാണ്. അവർ അവരുടെ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിൽ അതീവ ശ്രദ്ധാലുക്കളാണ്. നോ എന്ന് പറയാനുള്ള കഴിവ്. അവരുടെ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത അവസരങ്ങളോ അഭ്യർത്ഥനകളോ അവർ ധൈര്യത്തോടെ നിരസിക്കുന്നു. മുൻഗണനകൾ. അവർ എല്ലാം ചെയ്യാൻ ശ്രമിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദിനചര്യ. അവർക്ക് ശക്തമായ ഒരു ദിനചര്യയുണ്ട്. രാവിലെയുള്ള ഈ ദിനചര്യ അവരുടെ ദിവസത്തിന്റെ ടോൺ സജ്ജമാക്കുകയും അവരുടെ ഊർജവും ശ്രദ്ധയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. 6. വിജയികൾ പരാജയത്തെ ഒരു ഡേറ്റ മാത്രമായി കാണുന്നു. വിജയികൾ പരാജയത്തെ വ്യക്തിപരമായ ഒരു വീഴ്ചയായി കാണാതെ തങ്ങളുടെ പരീക്ഷണത്തിന്റെ ഒരു ഫലം മാത്രമായി കാണുന്നു. ഉദ്ദേശിച്ച ഫലം ലഭിക്കാതെ പോയതിനുള്ള കാരണങ്ങൾ വിലയിരുത്തി വിജയത്തിലേക്ക് നയിക്കാൻ എവിടെയാണ് ഞാൻ മെച്ചപ്പെടുത്തേണ്ടത് എന്നറിയാനുള്ള ഒരു ഡേറ്റ മാത്രമാണ് അവർക്ക് ഓരോ പരാജയവും. ഓരോ പരാജയവും അവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരു മാപ്പിന്റെ ഭാഗമാണ്. ഈ മനോഭാവം ഉള്ളതിനാൽ അവർക്ക് ഭയമില്ലാതെ സാഹസികമായി പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ധൈര്യം കിട്ടുന്നു. 7. വിജയികൾ അവർക്ക് ചുറ്റുമുള്ളവരെ സ്വയം തിരഞ്ഞെടുക്കുന്നു.
നമ്മുടെ കൂടെ സമയം ചെലവഴിക്കുന്ന 5 പേരുടെ ശരാശരിയാകും നമ്മുടെ ചിന്തയും വരുമാനവും സന്തോഷവും എല്ലാം. വിജയികൾക്ക് ഇത് നന്നായി മനസ്സിലാകും. അതുകൊണ്ട് അവർ അവരുടെ ചുറ്റുമുള്ളവരെ ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്നു. പോസിറ്റീവായ പിന്തുണ നൽകുന്ന, അവരെ വെല്ലുവിളിക്കുന്ന, അവരോടൊപ്പം വളരുന്ന ആളുകൾക്കൊപ്പമാണ് വിജയികൾ സമയം ചെലവഴിക്കുക. ഗോസിപ്പിലൂടെയും അർത്ഥമില്ലാത്ത പരാതി പറച്ചിലുകളിലൂടെയും അവരുടെ ഊർജം വറ്റിക്കുന്ന ആളുകളെ വിജയികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. 8. വിജയികൾ തങ്ങൾക്ക് വേണ്ടി നിഷ്പക്ഷമായി ചിന്തിക്കുന്നു. വിജയികൾ പൊതുവെ ഒരു അഭിപ്രായം അന്ധമായി പിന്തുടരാറില്ല. അവർക്ക് സ്വന്തമായി ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും അവരുടെ സ്വന്തം നിഗമനങ്ങളിൽ എത്താനും കഴിയും. അവർ വിവരങ്ങൾ നിരന്തരം അന്വേഷിക്കുകയും അവരുടെ വിശ്വാസങ്ങൾ പുനരവലോകനം ചെയ്യുകയും ചെയ്യുന്നു. ഈ ചിന്താശീലം അവരെ അവരുടെ മേഖലയിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആക്കി മാറ്റുന്നു. 9. അവർക്ക് സ്വിച്ച് ഓഫ് ചെയ്യാനും വിശ്രമിക്കാനും കഴിയും. വിജയം എന്നാൽ 24 മണിക്കൂറും എല്ലാ ദിവസവും പ്രവർത്തിക്കുക എന്നല്ല അർത്ഥം. വിജയികൾ എത്ര തിരക്കുകൾക്കിടയിലും മനസ്സിനും ശരീരത്തിനും വിശ്രമിക്കാനുള്ള സമയം എടുക്കുന്നു. അവർക്ക് അവരാഗ്രഹിക്കുന്ന അത്രയും ദിവസം ജോലിയിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാനും അവരുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും അവരുടെ ഹോബികൾക്കായി സമയം കണ്ടെത്താനും കഴിയും. ഈ ഡൗൺ ടൈം അവരുടെ ക്രിയേറ്റിവിറ്റി, ഊർജം, മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവ പുനഃസ്ഥാപിക്കുന്നു. 10. അവർ അറിവുകൾ പകർന്നു നൽകുന്നു. അവസാനമായി ഏറ്റവും വലിയ രഹസ്യം, വിജയികൾ മറ്റുള്ളവർക്ക് നൽകുന്നവരാണ്. അവരെല്ലാം ഞങ്ങൾക്ക് മാത്രമെന്ന മനോഭാവം ഉള്ളവരല്ല. അവർ അവരുടെ അറിവും മൂല്യങ്ങളും മറ്റുള്ളവരുമായി പങ്കിടുന്നു. മറ്റുള്ളവർക്ക് അറിവും സന്തോഷവും നൽകുന്നത് നമ്മുടെ സ്വന്തം സന്തോഷത്തിന് ഏറ്റവും ശക്തമായ മാർഗങ്ങളിൽ ഒന്നാണ് എന്ന് വിജയികൾ തിരിച്ചറിയുന്നു. വിജയികൾ മറ്റുള്ളവരുടെ വിജയത്തിൽ നിന്ന് പോലും സന്തോഷം കണ്ടെത്തുന്നു. വിജയികളുടെ സന്തോഷ രഹസ്യങ്ങൾ ജന്മസിദ്ധമായ കഴിവുകൾ അല്ല, മറിച്ച് നമുക്കും തിരഞ്ഞെടുക്കാവുന്ന ചില ശീലങ്ങളാണ്. ശ്രമിച്ചാൽ നമുക്കും നമ്മുടെ സ്വന്തം സന്തോഷ രഹസ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇത് നമ്മുടെ മനോഭാവം വീണ്ടും പരിശോധിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ സമയം എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ചാണ്. നമുക്ക് എന്തു ചെയ്യാം, എന്തു നേടാം എന്ന് തിരിച്ചറിയുന്നതിനെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് ആരംഭിക്കാവുന്ന ഒരു ശീലം, വിജയികളുടെ സന്തോഷ രഹസ്യങ്ങളിൽ നിന്ന് നമുക്ക് ചെയ്യാനാകുന്ന ഒരു ശീലം തിരഞ്ഞെടുക്കുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആരംഭിക്കുക. നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും എഴുതുക. നമുക്ക് സംഭവിച്ച ഒരു പരാജയത്തെ ഒരു പാഠമായി കാണാൻ ശ്രമിക്കുക. വിജയം ഒരു ലക്ഷ്യമല്ല, സന്തോഷകരമായ ഒരു യാത്രയാണ്. ഈ ശീലങ്ങൾ നമ്മുടെ യാത്രയെ കൂടുതൽ സമ്പന്നമാക്കും.